അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികളെ അന്ന് ചങ്ങലകളിൽ തളക്കപ്പെട്ടവരായി നിനക്ക് കാണാം. അവരുടെ കുപ്പായങ്ങൾ ഉരുകിയ ലോഹം കൊണ്ടായിരിക്കും. അവരുടെ മുഖങ്ങൾ തീ കൊണ്ട് മൂടിയിരിക്കും. ചങ്ങലകളിൽ തളക്കപ്പെട്ട ഈ രണ്ട് പേര് ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന മട്ടിൽ നിരനിരയായി നടന്നു നീങ്ങുന്ന ഏറ്റവും അപമാനകരമായ ഒരു കാഴ്ചയിലാണ് അവരിപ്പോൾ ഉള്ളത്. കത്താൻ കഴിവുള്ളതും ഉരുകി വീണതുമായ കട്ടിയുള്ള ലോഹക്കുപ്പായങ്ങൾ അവരണിഞ്ഞിട്ടുണ്ടാകും. അപമാനത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും അടയാളങ്ങളിൽ അതിൽ കാണാൻ പറ്റും നമുക്ക്. അവരുടെ മുഖങ്ങൾ തീ കൊണ്ട് മൂടും. അഹംഭാവത്തിനും ദുഷ്ടതക്കുമുള്ള തിരിച്ചടി അവർ നേരിടുകയാണ്. നാണം മറച്ചു തരാൻ ഒരാളുമില്ലാത്ത വിധത്തിൽ തങ്ങൾ നഗ്നരും അരക്ഷിതരുമാണെന്ന് അവർക്ക് അപ്പോൾ തോന്നും. അഥവാ ഭവനങ്ങളിലോ കുഴിമാടങ്ങളിലോ അല്ല, സർവാനിധിനാഥനായ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലാണ് അവർ ഇപ്പോഴുള്ളവർ. താന്തോന്നികളുടെ കുതന്ത്രത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അപമാനത്തിൽ ആക്കിക്കളയുകയും ചെയ്യും. ഖത്തിറാൻ എന്ന വാക്കിന് പന്തം അല്ലെങ്കിൽ ഗന്ധകം എന്നൊക്കെ പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതേസമയം വാക്കിൻ്റെ അർത്ഥം, ഖത്തിറാൻ എന്ന വാക്കിൻ്റെ അർത്ഥം താറ് എന്നും മറ്റും ആണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.